ഇല്ല, ഞങ്ങൾക്ക് ഇത്തിരി ഗട്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഇഷ്ടം. അതെ അതെ, നല്ല പടം. ഉണ്ണി മുകുന്ദന്റെ ക്യാരക്ടർ കൊള്ളാം. എല്ലാരും നല്ല ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. വയലൻസ് ആണ്, ഫുള്ളി വയലൻസ് ആണ്. ഇല്ല ഇല്ല, ഞങ്ങൾക്ക് ഇത്തിരി ഗട്ട്സ് ഉണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഇഷ്ടം. അതെ അതെ, വയലൻസ് ഒക്കെ എങ്ങനെയാണ്? വിചാരിച്ചാലും അപ്പുറമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടല്ലോ? അടിപൊളി. ആരാണ് ഞെട്ടിച്ചത്? രതീഷേട്ടനായിരുന്നു, സിദ്ദിഖായിരുന്നു? വില്ലൻ എങ്ങനെയുണ്ടായിരുന്നു? ലാസ്റ്റ് വന്ന ക്ലൈമാക്സ് കടുപ്പിച്ചൊരു വില്ലൻ വന്നിരുന്നു. സിനിമ ഞാനിങ്ങനെ പ്രതീക്ഷിച്ച പോലെ ഒന്നുമല്ല. ഭയങ്കര അറിയില്ല എന്ത് പറയണമെന്ന്. വയലൻസ് ഒക്കെ പ്രതീക്ഷിച്ചതേ അല്ല. ആ കൊച്ചിന്റെ സീനൊക്കെ വേറെ ഒന്നും പറയല്ല. പെർഫോമൻസ്, സ്ക്രിപ്റ്റ്, ജഗദീഷിന്റെ റോള് കൊള്ളായിരുന്നു. പിന്നെ ആരാ അത്, ഉണ്ണിമുകുന്ദനും. നമ്മളിങ്ങനെ ഒരു ക്യൂട്ട് റോളൊക്കെ ചെയ്യണ ഒരാള് പെട്ടെന്ന് ഇങ്ങനെ വയലൻസ് ഒക്കെ കാണിക്കുമ്പോൾ നമ്മള് ആ ഒരു ഇതേ ഉള്ളൂ. ആ കബീർ അങ്ങേരല്ലേ, അങ്ങേരാണ്. അതെ, അങ്ങേര ആ ഒരു ഫിസിക്കും ഉണ്ണിമുകുന്ദന് ഒരു വില്ലനെ ടഫ് കോമ്പറ്റീഷൻ കൊടുക്കുക. അങ്ങേര് ഓക്കെ ആയിരുന്നു. വയലൻസ് ഒക്കെ ഓക്കെയാണ്, ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ നമുക്കത് സാറ്റിസ്ഫാക്ടറി ആണ്. എന്നാലും കുറച്ച് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല സിനിമ, സത്യം പറഞ്ഞ. നല്ല പടം, ഇത്രയും നല്ല KGF കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് മലയാളത്തിൽ നല്ല അഭിമാനിക്കാന്നുള്ളൊരു ഫിലിം തന്നെയാണ്. നല്ലൊരു എന്തുവാ VFX, എല്ലാ എഫക്ട്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് നല്ലതാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് കാണുന്നത്. പക്ഷേ അത് ആ ഫ്രെയിമും ബാക്കി ഷോട്ട്സും എല്ലാം കാണാൻ വേണ്ടി ഒന്നുകൂടെ വന്നത്. ആദ്യം ഒരു ഇതായതുകൊണ്ട് നമുക്ക് അത്ര കിട്ടത്തില്ല. ഒന്നുകൂടെ അത് കണ്ടതിൻ്റെ കാര്യം അതാണ്. അത്രയും ബെറ്ററായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഹോളിവുഡ് സ്റ്റൈലിൽ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ തന്നെ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, കോട്ട്, ഇതെല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ട്. ക്ലൈമാക്സ് അത്ര പ്രതീക്ഷിച്ച അത്ര പോരായിരുന്നു. ബാക്കി ആദ്യമൊക്കെ നൈസായിരുന്നു. പെർഫോമൻസ് നല്ല മാസ് പടം തന്നെ. ഏതാ വില്ലനായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടെ സോളോ ഫൈറ്റ് ലാസ്റ്റ് വരെയായിരുന്നു. അതൊന്നും പ്രതീക്ഷിച്ചു, പക്ഷെ അത് പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ തീർന്നു. താങ്ക് യു. അതെ, സൂപ്പറായിരുന്നു. ഞെട്ടിച്ചു. എല്ലാം തകർത്ത് അടിപൊളിയായിരുന്നു. കൊള്ളാം. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല വയലൻസ്. വിചാരിച്ചതിലപ്പുറമായിരുന്നു, അത് കുറഞ്ഞു പോയോ? വിചാരിച്ചതിലപ്പുറം തന്നെ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? ഉണ്ണിമുകുന്ദന്റെ സ്റ്റൈലുള്ള ജഗദീഷ് എങ്ങനെയുണ്ട് വില്ലനായിട്ട്? കൊള്ളാം. ലാസ്റ്റ് ഒന്നും ഇല്ല, എങ്ങനെയുണ്ട് ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പോൾ? ക്ലൈമാക്സ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. വയലൻസ് കൂടിപ്പോയതുകൊണ്ടാണോ അതോ? അല്ല, സ്റ്റോറി എങ്ങനെയുണ്ട്? ഞെട്ടിയോ? നല്ല പടം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ? കുഴപ്പമില്ല. ജഗദീഷിന്റെ ഒരു വ്യത്യസ്തമായ എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിമുകുന്ദൻ ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അതേ പ്രതീതി ഉണ്ടായിരുന്നു. മാർക്കോ എങ്ങനെയുണ്ടായിരുന്നു? ഞെട്ടിച്ചോ? ഉണ്ണിമുകുന്ദൻ എങ്ങനെയുണ്ട്? അടിപൊളി. മാർക്കോ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. നല്ല പടമായിരുന്നു. കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ ഒരു വയലൻസ് ഉള്ള ഒരു പടം കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അനിമൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ അനിമൽ ഒന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വയലന്റ് പടം എന്ന് പറഞ്ഞാൽ അനിമലായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കോ ഉണ്ണിമുകുന്ദൻ, ജഗദീഷ് സിദ്ദിഖേട്ടനായിരുന്നാലും നല്ലൊരു കമ്പയൊക്കെ ആയിരുന്നു. ഉണ്ണിമുകുന്ദൻ ഓരോ ഫ്രെയിം ആയിരുന്നാലും നമ്മൾ ആ സ്വാഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ സ്റ്റെയർകേസ് കിടിലായിരുന്നു.